പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അത് പിന്നെ പ്രാർത്ഥന മാത്രമല്ല, അവർ വേറൊരു കാര്യം ചെയ്യും. ഈ വചനം പഠിച്ചുകൊണ്ട് അവർ തമിഴ് കുർബാനയ്ക്ക് പോകും. ചെന്നൈയിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകും, പിന്നെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം ഉണ്ടല്ലേ. ഒരു ഗർഭിണി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അധ്വാനം എന്നാണ്, രക്ഷയുടെ അധ്വാനങ്ങളാണ്. എന്നാൽ അവർ പറയുക എനിക്ക് ഈ പത്രം കൊടുക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചമ്പലായിരുന്നു ആദ്യം. അന്ന് അവർ പറയുന്നുണ്ട്, കൂട്ടത്തിൽ പറയുന്നുണ്ട് എനിക്ക് ചമ്പലാണ്, ഇത് എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എന്തിനാണ് കൊടുക്കണമെന്ന്. കാര്യം രക്ഷയ്ക്ക് അധ്വാനമാണ്, രക്ഷയുടെ അധ്വാനമാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി കൂടാതെ, യാക്കോബ് 2:17 എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ്. എന്തെങ്കിലും തോന്നിയ മാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജ്ജീവമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമുക്കിഷ്ടമുള്ള പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കും. ആരെയാണ്? ബന്ധുക്കളെ, സ്വന്തപ്പെട്ട കൂട്ടുകാരാ, അല്ലെങ്കിൽ വേറെ ലൈൻ കേസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സഹായിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സഹായമാണ്. ആ സഹായമല്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശമെന്നല്ല അവൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബന്ധം സ്വന്തമില്ലാത്ത ആൾക്കാരെ അവൻ്റെ നാമത്തിൽ സഹായിക്കണമെന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല, പിന്നെന്താ പ്രവർത്തിക്കേണ്ടത്? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാണ് അവൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ പ്രസംഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്, പ്രാർത്ഥിച്ച് കൊടുക്കുക. ഇപ്പം ഷീജ അതല്ലേ ചെയ്തത്. ഷീജ അല്ലല്ല, അഞ്ജന അതല്ലേ ചെയ്തത്. ഗർഭിണിയാണെങ്കിലും 8ാം മാസത്തിലും വയറും വലിച്ചുകൊണ്ട് പോയി കുർബാന കൂടി വെച്ചും ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. ഇംഗ്ലീഷ് മാസം കൂടി വെച്ചും, മലയാളം മാസം കൂടി വെച്ചും, അതായത് തമിഴ് മാസം കൂടി വെച്ചും തമിഴ് പത്രം കൊടുക്കും. പണ്ടിത് കൊടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു നാണമൊക്കെ ആയിരുന്നു. പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നാണം മാറി. ഈ ലോക ആരോഗ്യം കൂടുന്നതനുസരിച്ച് നമുക്ക് നാണം വരുവേ. അതെങ്ങനെ കൊടുക്കും? മറ്റൊരു കാണത്തില്ലേ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നതൊക്കെ? ലോകത്തിൻ്റെ അരൂപിയുള്ള കാരണം നാണം വരും, നമുക്ക് ലജ്ജ വരും. അത് അഭിഷേകം കിട്ടാത്ത കൊണ്ടാണ്. അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. അത് ആണ് ഈ സാക്ഷ്യം ഞാൻ ധ്യാനത്തിന് വേണ്ടി എടുക്കാൻ കാരണം. ഇവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. കൊച്ച് വൈകല്യമുള്ള കുഞ്ഞാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും ഒരു കുഴപ്പമില്ല, നീ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടില്ല. കൃപാസ അമ്മയുടെ മുമ്പിൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നോട് പറയണമെന്ന് പറയും. ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാളുടെ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവളുടെ അപ്പൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്ന പുള്ളിക്കാരൻ പള്ളിയിലൊന്നും പോകാത്ത ആളാണ്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കുർബാനയ്ക്കൊന്നും പോകത്തില്ല. അങ്ങനെ ചില ആൾക്കാരില്ലേ, അവർക്ക് ആ ആഴമായ ബോധ്യം കിട്ടാത്ത കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ജന്മം മുഴുവൻ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. നമ്മൾ മരിച്ചാലും ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടത്തില്ല. പക്ഷേ അത് പ്രശ്നമില്ല. നിൻ്റെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ടാവും അവർക്ക് വേണ്ടി. അതാണ് നിൻ്റെ വിജയം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, അവർ ചെയ്യണത്. എന്താ അപ്പം സംഭവിക്കണത്? അപ്പൻ്റെ മാനസാന്തരം സംഭവിക്കണം. അപ്പനിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത, അവരുടെ ചിന്തയിലില്ലാത്ത, ഒരു കാര്യപരിപാടിയിലില്ലാത്ത ഒരു വിഷയമാണിത്. അവരത് ഒഴിവാക്കിയതാണ്. അപ്പനെ മരിച്ചാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പനെ ഒഴിവാക്കിയാണ് പ്രാർത്ഥനയെന്ന്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അവൻ പറയുന്ന പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പവർ ഭയങ്കരമല്ലേ. ഇതിങ്ങനെ എക്സസൈസായിട്ട് എല്ലായിടത്തും കയറി അങ്ങോട്ട് വീശുകയാണ്. ഉടമ്പടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ വലിയ ഒരു കാര്യം ഈ അഞ്ജന പറയുന്നുണ്ട്. അതായത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്കെപ്പോഴും ഭയങ്കര കൊതിയായിരുന്നു, ഈ വയറും വെച്ച് അമ്മയെടുത്തുനിന്ന് വരണം, അമ്മയെ കുഞ്ഞിനെ കാണിക്കണം, അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഈ ഓരോ നമുക്ക് മുമ്പേ കടന്നുപോയ ആൾക്കാർ പറയുന്ന വാക്കുകളും അവരുടെ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമാണ്. എന്താ പറയുക, അമ്മയെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്.
ഞാൻ ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഏൽപ്പിച്ച് പോയി. എന്താ സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ നീ ദൈവത്തെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചനയ്ക്ക് സംഭവിക്കുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഇവർ പറയണത് എനിക്ക് ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് പഴയതുപോലെ ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ശക്തി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏറ്റെന്നുള്ള ആന്തരികമായ ധൈര്യം എനിക്ക് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ അഭിഷേകമെന്ന് നമ്മൾ പറയണത്. ഇത് നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് വിവാഹം കഴിക്കാൻ ഇപ്പം 48, 49, 50 വയസ്സുകാരൊക്കെ വിവാഹം കഴിക്കണില്ലേ ഉടമ്പടിയിൽ? 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഉടമ്പടിയിൽ? അതല്ല വിഷയം. അത് സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭയങ്കരമായ ഒരു സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇവർ ഈ അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞിനെയും വയറ്റിലിട്ട് ഓരോ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കിഡ്നിയും കേടായിട്ടുണ്ടെന്ന് പറയും. അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പെടൽ തിരിയത്തില്ലെന്ന് പറയും. ഇങ്ങനെ പേടിപ്പിക്കണമെന്നല്ലാതെ അവർക്ക് ഒരു ആശ്വാസം കിട്ടണില്ല. പക്ഷേ ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ തളരാതെ വീഴാതെ നിൽക്കണ എന്താണ് ഇവർ പറയണത്? ഏതോ ഒരു വലിയ ശക്തി, അതായത് അമ്മേനാവ് ഉദ്ദേശിക്കണത് എന്നെ താങ്ങിയിട്ടുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഒരു ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടിയെന്ന്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. ശക്തിയും വരും, നമുക്ക് ധീരതയും വരും. ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത ഒരു പെക്കൂലിയർ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ 8552 വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി. അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ പ്രസൻസ് നിത്യമാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രസൻസ് ഉണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പ് വരുത്തുകയാണ്. കാര്യം ദൈവം എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു, ഐ വിൽ ഗിവ് യു ലാൻഡ്, ദ പ്രോമിസ്ഡ് ലാൻഡ്, ഐ വിൽ ഗിവ് ദ സൺ ഓർ സ്പ്രിങ്, നിനക്ക് സന്തതിയെ തരും, ആൻഡ് ഐ വിൽ ഗിവ് ദ ബ്ലെസ്സിങ്. നീ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. 3 ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ ഉടമ്പടിയുടെ എല്ലായിടെയും ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവവചനം അനുസരിച്ച് ജീവിക്കാനും ദൈവഭയത്തിൽ ഉടമ്പടി എടുത്ത് മാതാവിന് മധ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവ് കൈയടിച്ചോളെ. മക്കളെ, കർത്താവ് ഉടമ്പടി പ്രകാരം തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു. സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വരണത് അമ്മയാണ് വരുന്നത്. മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്. സഞ്ചാരി മാതാവ് കോടതി വന്ന്, സ്ഥലത്ത് വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ, വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഉടമ്പടിയിലുള്ളതാണത്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു. എന്നിട്ട് എന്താ പറയണത്? അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം സഞ്ചാരി മാതാവിനെ നമുക്ക് കാണാൻ പറ്റും, ദർശനത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയായാലും കാണാൻ പറ്റും. അത് എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു. പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചൈതന്യം ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത്? 2 കാര്യത്തിലാണ് മനസ്സിലാകണത്. ഒന്ന്, ശക്തി തോന്നും. നമുക്ക് ബലഹീനമായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കടമുണ്ട്, കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. യു ആർ ലിവിങ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ആർ നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. കൈയിടിച്ച് കർത്താവ്
ദിവ്യകാരുണ്യത്തിന് ജോഷ്വായോട് മോസസ് പറയുന്ന വാക്കെന്താ? ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി, അതായത് പ്രസൻസ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും, ശക്തനും ധീരനുമായിരിക്കുക. വേറെ യു ഗോ ഐ വിൽ ദേ, ഞാൻ നിൻ്റെ കൂടെ വരും. ഐ വിൽ അക്കമ്പനി യു, ഞാൻ നിൻ്റെ കൂടെ വരും. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഉടമ്പടിയിലാണ്. കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചെയ്യുന്നതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് എന്താ ഈ കേട്ടക്ക് പരീക്ഷ 150 ചോദ്യങ്ങളാണ്. 8 ചോദ്യം മാത്രം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. 8 ചോദ്യം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താ? പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതെന്നാണ്. 94 ചോദ്യങ്ങൾ ശരിയായിപ്പോയി. അവർക്ക് വയസ്സുണ്ട്, ഒത്തിരിയുണ്ട്. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. അത് ആ കണക്ഷൻ പോയി മൊത്തം. പക്ഷേ ദൈവം എല്ലാം റീഗ്രൈൻ ചെയ്ത് അവർക്ക് സർക്കാർ ജോലി കൊടുത്തില്ലേ? ഒറ്റ ഉടമ്പടിയാണ്. ഈ ദിവസങ്ങളിൽ ജിത്തു എന്ന് പറഞ്ഞ ജിതി അത് നോൺ ക്രിസ്ത്യനാണ്. ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ്. ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും. ജിതി പറയണത് അവിടെ അവർ MCA ആണ്, പക്ഷേ 5 കൊല്ലം മുമ്പെടുത്ത MCA ആണ്. അവളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? തായ്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോർഫോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഇടിച്ചതിൽ ചെന്നിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? IIM-ലെ വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്. IIM-ലെ വിദ്യാർത്ഥികളാണ്. തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി. 5 കൊല്ലത്ത് ഗ്യാപ്പും ഉണ്ട്. അവൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപം മാത്രമേ ഉള്ളൂ. 5 കൊല്ലത്ത് ഗ്യാപ്പ് നികത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ്? അമ്മയുടെ കാശുരൂപം. ദാറ്റ് മീൻസ് വിശ്വാസം. നിന്റെ എല്ലാ ഗ്യാപ്പുകളെയും നിവർത്തും കൈയിട്ടിച്ച് കർത്താവ്. നേർച്ച വസ്തുക്കൾ തരുന്നുണ്ട്. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇടിവെട്ട് അനുഭവങ്ങളാണ്. കാര്യം എന്താണ്? അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ചില ആൾക്കാർ സാധാരണ പോലെ, അതായത് നമ്മളെങ്ങനെ, ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ 10:43 അല്ലേ, മത്തായി ശ്രീകാട സുവിശേഷം, നീതിമാനായി കരുതുന്നവരെ നീതിമാൻ്റെ പ്രതിഫലം, പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്ത്, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അതിന് ആനുപാതികമായിരിക്കും. അത് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. എന്ന് വായിച്ചോളൂ. അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം തിരുവചനം. പ്രവാചകനായി സ്വീകരിക്കുന്നവന് എന്ന് പറഞ്ഞ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. അടുത്തത്, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി തൈലമായാലും ഉടമ്പടി കാശുരൂപമായാലും ഇപ്പം അവരെന്താ ജിതി എന്താ പറയണത്? അവർ നോൺ ക്രിസ്ത്യൻ അല്ലേ? അവർക്ക് എന്താ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? അവർ പറയണത് എനിക്ക് 5 കൊല്ലത്തെ ഗ്യാപ്പാണ്. മലയാളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് MCA എടുത്ത് പോയിട്ട് ഞാൻ പിന്നീട് സംഭവം തൊട്ടിട്ടില്ല. എന്നെ കോമ്പറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ IIM-ൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്ക് അവിടെ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ കോമ്പറ്റ് ചെയ്യണത്. എൻ്റെ ഗ്യാപ്പാണ് എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് പറയുന്നത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണത്. പക്ഷേ അമ്മയുടെ കാശുരൂപമാണ് എൻ്റെ ഉള്ളത്. അത് എക്സിക്യൂഷനാണത്. അത് ഏത് ഗ്യാപ്പായാലും ശരി. നീ ഇങ്ങനെ ഒത്തിരി പറഞ്ഞില്ലേ, ഗ്യാപ്പ് നഴ്സുമാർക്ക് പ്രോബ്ലമാണ്. ചില ആൾക്കാർ ഏജ് ബാറുണ്ട്. 52 വയസ്സിൽ ചിലർ പുതിയ മാനേജർ വരുമ്പോൾ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിടും. അവർ വിളിക്കത്തില്ല. അവർ ചെറുപ്പക്കാരെ വെച്ച് കോപ്പറേറ്റീവുകളെല്ലാം
25 വയസ്സ് വെച്ചുള്ള ആൾക്കാരെ എടുത്തിട്ട് കമ്പനി മുന്നോട്ട് റൺ ചെയ്ത് ലാഭിക്കാൻ പോവുകയാണ്. കാര്യം ഈ 52കാരൻ എടുത്താൽ അയാളുടെ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ചുള്ള പുതിയ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറുപ്പകാലയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ പകുതിയെ പ്രായമുള്ളവരിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവരെ എടുക്കത്തില്ല ഒരിക്കലും. പക്ഷേ ഉടമ്പടി അവരെ എടുപ്പിക്കും. അതെന്താ കാര്യം? അമ്മയാണ് ഇതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കണത്, നിങ്ങൾ ഉടമ്പടിയിലെ എക്സിക്യൂഷനിലെ സൂക്ഷ്മതയാണ് പ്രോബ്ലം. ഓരോരുത്തരും അതിനെ ഇപ്പോൾ ഇവർ തന്നെ എന്താ പറയണത്, അവർ അത് ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ചു. പണ്ട് അവർ പറയണത്, ഈ പ്രത്യേകിച്ച് ഷീജല്ലോ അഞ്ജന പറയണത്, എന്തിനാണ് സാക്ഷ്യം പറയണത്? സാക്ഷ്യം പറയണ വല്ല കാര്യമുണ്ടോ? സാക്ഷ്യം ദൈവത്തോട് അങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ആൾക്കാർ കെട്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് പറയണതെന്നൊക്കെ ആയിരുന്നു ഞാൻ പണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയുമായിട്ട് സണ്ട് വെക്കുമായിരുന്നു പണ്ട്. മാതാവിൻ്റെ കാര്യം ഒത്തിരി കേട്ട് ചികിത്സിച്ച് ഞാൻ ആ വഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് തന്നെ കിട്ടിയ അനുഭവത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്താണെന്ന്. കാര്യം വെച്ചാൽ സാക്ഷ്യം എന്താണെന്ന് ഇവൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ടായി. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ ഓരോ കാര്യം പറയത്തില്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ പെടൽ തിരിയണില്ലെന്ന് പറഞ്ഞപ്പോൾ പെടൽ തിരിയാത്ത കൊച്ചായിരിക്കും, മരണം വരെ ഇവൻ്റെ പെടൽ തിരിയത്തില്ലെന്നാണ് കൂടെയുള്ളവർ പറയണത്. എങ്ങനെയെങ്കിലും ഇതിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവർ ഇവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഒരു ദിവസം. അപ്പോൾ ഉടനെ അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അമ്മ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ഏതമ്മ? പരിശുദ്ധമ്മ ദേവമാതാവ് കൃപാസനത്തിൻ്റെ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. അപ്പോഴെനിക്ക് മനസ്സിലായി സാക്ഷി എന്തിനാണെന്ന്. കാര്യം ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിലിട്ടിട്ട് നാട്ടുകാർ ചവിട്ടും കുത്തും കേട്ടിട്ട് അവരുടെ മനസ്സിടിഞ്ഞ് പോകുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്യാൻ എങ്ങനെയാണ്? ഈ സാക്ഷ്യം കേൾപ്പിച്ചാണ്. സാക്ഷ്യം കേൾക്കുമ്പോഴെന്ത് ഇവർക്ക് അതിന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അമ്മയുടെ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച്, അമ്മേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഉടമ്പടിയെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഇതിൻ്റെ ബാക്കിലുള്ള സബ്ജക്റ്റ് അതാണ്. ഈ അമ്മയുടെ നിങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കത്തുള്ളൂ. സാധാരണ സാക്ഷ്യമാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ തക്കതായ സാക്ഷ്യമില്ലെങ്കിൽ ആ സാധാരണ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണം. ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഉടമ്പടി എടുക്കണം, ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, എന്നാൽ അതുകൂടി എടുത്തേക്കാം, എന്നാൽ 2 ഉടമ്പടി ഇങ്ങനെ നേക്കാൻ പറയും. ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചില അവർക്ക് ബുദ്ധിബോധമില്ല. ഇത് ഏതാണ്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സാധാരണ നടക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്ന ജീവിതമല്ലേ? ഉടമ്പടി എടുക്കുകയല്ല, ഉടമ്പടി ജീവിക്കുകയല്ലേ? ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. മഞ്ജു ഫ്രാങ്ക്ലിൻ്റെ സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കും. അവർ ഷിക്കാഗോയിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ്, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറുകയല്ലേ? അതിൻ്റെ അകത്ത് നമുക്ക് അഭിഷേകം കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രില്ലടിക്കും. കർത്താവിന് വേണ്ടി ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചു? അതുമാത്രമല്ല അഞ്ജന ചെയ്യണത്, അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ സങ്കടങ്ങൾ അവരോടൊന്ന് പറയുമ്പോഴേ അവർ ഓരോ പത്രം എടുത്ത് കൊടുക്കും. ഓഫീസിലും സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. ഇത്രയും വേല ചെയ്യുന്ന ആൾക്കാരെ അമ്മ എങ്ങനെ ഡിസോൺ ചെയ്യാനാണ്? പ്രസവിച്ചപ്പോൾ നല്ല പൈങ്കിളി പോലത്തെ അടിപൊളി കൊച്ചു കൈയടിച്ച് കിടത്താൻ അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യം തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ പെരുമ്പാവൂർ വല്ലം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു BSc നഴ്സാണ്. ഒത്തിരി നഴ്സുമാർ പറഞ്ഞു പോയൊരു സാക്ഷ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളതെങ്കിലും അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ എനിക്ക് ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ മാതാവിനെയും ഈശോവിനെയും എനിക്ക് മഹത്വപ്പെടുത്തണം, മറ്റുള്ളവരെ ഇതുപോലെ ശക്തിപ്പെടുത്തണമെന്ന്. അത് ഞാൻ 3-4 തവണ OET എഴുതിയിട്ട് കിട്ടാണ്ട് വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയും ആൻറ്റിയും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹോൾ ടിക്കറ്റ് വന്നു. അച്ഛനെ കാണാൻ അവസരം കിട്ടി. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ലിസണിങ് ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ അതൊക്കെ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ ചെവിക്ക് വെഞ്ചരിച്ച് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടു. സാക്ഷ്യം പറയാൻ വന്നോളൂ എന്നും പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി, വിശ്വാസം കൂടി. ഇത്തവണ എന്തായാലും എന്നെ കൈവിടില്ല, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു.
പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫെയിലായിരുന്നു. ക്ലബിംഗ് സ്കോർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ നിരാശയായി. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോഴൊന്നും എനിക്ക് ഉടമ്പടിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ പ്രാർത്ഥന നിർത്തി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു, ഒത്തിരി കുറവുകൾ നിനക്കുണ്ട്, നിന്നെ ദൈവം കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്, നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, നീ മുടക്കരുത്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഉടമ്പടി പുതുക്കാറായിരുന്നു രണ്ടാമത്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഇവിടെ ആരാധന നടക്കുന്ന സമയമായിരുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം വിശ്വസിക്കാണ്ട് പ്രാർത്ഥന മുടക്കിയൊക്കെ നടത്തിയതിന് ഞാൻ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നല്ലൊരു കുമ്പസാരം നടത്തി. എനിക്ക് സ്കോർ ഷീറ്റിലൊക്കെ സ്കോർ കുറവായിരുന്നു ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി കുറവുകൾ എനിക്കുണ്ട്, എന്നെ ഒരുക്കണേണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പരീക്ഷ ഓഗസ്റ്റിൽ തന്നെ അഞ്ചാമത്തെ പരീക്ഷ ഓഗസ്റ്റിന് ഡേറ്റ് എടുത്തു. നന്നായി ഒരുങ്ങി തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് 3 മാസം പഠിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചു. ഒപ്പം ഇതുപോലെ ബൈബിൾ വായിച്ചും ഒരു OET ആണ് എനിക്ക് തടസ്സമായി നിൽക്കണതുകൊണ്ട് ഞാൻ OETയുടെ സാക്ഷ്യങ്ങൾ ഒരു 15ഓളം സാക്ഷ്യങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പഠിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മടുപ്പ് തോന്നുമ്പോൾ ഞാനിതെല്ലാം ഇരുന്ന് കേൾക്കും. അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം കൊണ്ട് ഒരുപാട് എന്നെ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബൈബിളൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയതിന് ഒരുപാട് ഒരുക്കി. പക്ഷേ എന്നാലും ആ പരീക്ഷയുടെ റിസൾട്ടും വന്നു, എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് നിരാശ വന്നില്ല. കാരണം സമയമായിട്ടില്ല, എനിക്ക് തരും, അച്ഛൻ പറഞ്ഞതാണ് സാക്ഷ്യം പറയാൻ വന്നോളാൻ. അപ്പോൾ എനിക്ക് കിട്ടും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ എനിക്ക് അന്ന് രണ്ടാമത് പുതുക്കിയ നാൾ തൊട്ട് ഞാൻ ഇതുവരെ ഉടമ്പടി ധ്യാനം മുടക്കിയിട്ടില്ല. ഓരോരോ ബോധ്യങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അച്ഛൻ എന്നോട് പറയണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഞാൻ നോട്ട് ബൈ ഗ്രേസ്, കാരണം എനിക്കില്ല, എല്ലാം തടസ്സങ്ങളായതുകൊണ്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ കിട്ടില്ല, എൻ്റെ കൈ കൊണ്ട് എനിക്കത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവാശ്രയത്തോടെ തന്നെ മുന്നോട്ട് പോയി. ഇത് ഉടമ്പടി വെറും ചൊല്ലേണ്ട പ്രാർത്ഥനയല്ല, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് പത്രമൊക്കെ മേടിച്ച് കൊടുത്തു, കുമ്പസാരിച്ചു, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പറ്റുന്ന പോലെയൊക്കെ പള്ളിയിൽ പോയി. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഒരുങ്ങി. ഞാൻ 6ാമത് ഡേറ്റ് എടുത്തു. 6ാമത് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ അച്ഛനെ വന്ന് എനിക്ക് കാണാൻ പിന്നെയും അവസരം കിട്ടി. അച്ഛൻ കോമൺ ആയിട്ട് പ്രയർ നടത്തി വെഞ്ചരിച്ച കാശുരൂപം തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം, ഭയങ്കര ധൈര്യമായിരുന്നു. എനിക്ക് ഇത്തവണ കൈവിടില്ല. പിന്നെ 3ാമത് പുതുക്കണ സമയം ആയിരുന്നു ആ സമയപ്പോഴേക്കും. അപ്പോൾ അച്ഛൻ ആ സമയത്ത് ഒരു ധ്യാനത്തിൽ പറഞ്ഞു, 3ാമതും പുതുക്കിയിട്ടും ഒന്നും കിട്ടാത്തവർ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോടത്ത് ദൈവമേ, ഞാൻ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് മുമ്പിൽ എണ്ണിപ്പെറുക്കി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ദൈവം അറിയാണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണില്ലല്ലോ. ഞാൻ അപ്പോൾ വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം പറയുമ്പോൾ എൻ്റെ കാര്യം പറയും, അല്ലാണ്ട് ഞാനിത് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. 3ാമത് പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ഇത് OET ആയിരുന്നല്ലോ, അത് മാറ്റിയിട്ട് എൻ്റെ കുടുംബ വിശദീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്ക് ഒതുങ്ങും വിധം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണേന്ന് ഞാൻ എഴുതി. കാരണം എനിക്ക് അതായിരുന്നു വേണ്ടത്. ബാക്കിയെല്ലാം ദൈവം തന്നോളൂ എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ അത് ആദ്യം എഴുതിയിട്ട് 2ാമത്തെ ഇതിലോട്ട് എൻ്റെ OET കൊണ്ടുവന്നു. അങ്ങനെ OET ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ക്ലാസ്സിന് പോയില്ല. കാരണം ക്ലാസ്സിന് പോയി എനിക്ക് പഠിക്കാൻ പ്രാർത്ഥനയ്ക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പഠനം പോക്കും വരവും ടൈമില്ല, ഹോംവർക്കൊക്കെ ചെയ്യണം. അങ്ങനെ അപ്പോൾ ഓൺലൈനിലിരുന്നുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചും പഠിച്ചും ഞാൻ 6ാമത്തെ തവണ പരീക്ഷ എഴുതി. വെഞ്ചരിച്ച തൈലമൊക്കെ പൂശി തേനൊക്കെ കുടിച്ച് ഞാൻ പോയായിരുന്നു. അപ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ ചേച്ചി ഉപ്പ് സെൻറ്ററിൽ ഇട്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് ഇതിൻ്റെ 6ാമത്തെ സെൻറ്ററാണ്, ഇനി ഒരു പരീക്ഷ പോലും എന്നെ എഴുതിപ്പിക്കാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ 6ാമത്തെ സെൻറ്ററിൽ പോയി. ഞാൻ പരീക്ഷയ്ക്ക് മുന്നായിട്ട് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോയി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നെ കൈപിടിച്ച് നടത്തണ പോലെ തോന്നിയത്. ചില ബുദ്ധിമുട്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ മാധവൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി. അങ്ങനെ എല്ലാ മൊഡ്യൂളും കഴിഞ്ഞു പോയി. സ്പീക്കിങ്ങിലെത്തി. എപ്പോഴും എനിക്കൊരു ലേഡി മാഡത്തിനാണ് എനിക്ക് കിട്ടാറ് സ്പീക്കറായിട്ട്. ഇതൊരു സാറിനെ ആയിരുന്നു. അപ്പോൾ തന്നെ ഞാനൊന്ന് പകച്ചു പോയെങ്കിലും എനിക്ക് ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത സാറിനെയാണ് എനിക്ക് കിട്ടിയത്. സാറിൻ്റെ ചോദ്യങ്ങളും ആൻസറുകളൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞിട്ട് സാറ് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ മാതാവ് എന്നെ പോസ് വരുത്തിയില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിപ്പിക്കാനൊക്കെ എനിക്ക് മാതാവ് ധൈര്യം തന്നു. അങ്ങനെ എൻ്റെ സ്പീക്കിംഗ് കഴിഞ്ഞു. ഏറ്റവും പാട് സ്പീക്കിംഗ് തന്നെയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഇത്തവണ എനിക്ക് കിട്ടില്ല, സ്പീക്കിംഗ് പാടായിരുന്നു. അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തിൽ വെച്ചിട്ട് 4 മൊഡ്യൂളിന് നേരെ B ഗ്രേഡ് എഴുതി. അമ്മ മാതാവ് 350 മതി, എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. സ്പീക്കിങ്ങിന് എനിക്ക് A ഗ്രേഡ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. ബാക്കി 3 മൊഡ്യൂളിലും നല്ല മാർക്കോടെ B ഗ്രേഡും കിട്ടി. ഇപ്പം എനിക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു.